നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് കഴിഞ്ഞ വർഷം മരിച്ചുപോയ വിവാദ ശതകോടീശൻ മുഹമ്മദ് അൽ ഫെയ്ദിന്റെ ജീവിതത്തിന്റെ പിൻവഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്തുകൊണ്ട് എന്നല്ലേ? കാരണമുണ്ട്. ഫെയ്ദിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഒരു മനുഷ്യൻ എന്താവണം എന്ന പാഠത്തോടൊപ്പം എന്താവരുത് എന്ന പാഠവും പഠിപ്പിക്കുന്ന പുസ്തകം. എ ഹീറോ ഫ്രം സീറോ എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അൽ ഫെയ്ദിന്റെ ജീവിതകഥ വിവരിക്കുന്നുണ്ട്. ഒരൊറ്റ ഇരിപ്പിന് വായിച്ചു പോകാവുന്ന പുസ്തകം ആമസോണിലുണ്ട്. ബെസ്റ്റ്സെല്ലറാണ്, വായിക്കാവുന്നതാണ്. അതിൽ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വളർന്ന മുഹമ്മദ് അൽ ഫെയ്ദിന്റെ ത്രസിപ്പിക്കുന്ന കഥയാണുള്ളത്. ആരും കൊതിച്ചു പോകുന്ന ജീവിതം. പക്ഷേ അതിൽ പറയാത്ത ഒരു മുഹമ്മദ് അൽ ഫെയ്ദ് കൂടിയുണ്ട്. ഹീറോയിൽ നിന്നും പിന്നീട് സീറോയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്ന മുഹമ്മദ് അൽ ഫെയ്ദ്. മഹാനായ ജോർജ് ലോറിമർ പറഞ്ഞൊരു കാര്യമുണ്ട്. പണവും പണത്തിന് വാങ്ങാൻ കഴിയുന്ന വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പണത്തിന് വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജീവിതത്തിൽ ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പാക്കുന്നതും നല്ലതാണ്. ലോറിമറിന്റെ ഈ വാക്കുകൾ ഫെയ്ദിനെ കുറിച്ചാണെന്ന് ഈ കഥ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ മൂത്ത മകനായി 1929 ജനുവരി 27 മുഹമ്മദ് ഫെയ്ദ് ജനിക്കുന്നത്. പഠനത്തിലും ജീവിതത്തിലും മിടുക്കനായ കുട്ടിയായിരുന്നു ഫെയ്ദ്. എവിടെയും ഒന്നാമനാകാൻ കൊതിച്ച അവന് പണത്തോട് വലിയ പ്രിയമായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം ഫെയ്ദിനെ നിരാശനാക്കിയില്ല. അയാൾ തെരുവിൽ കൂൾ ഡ്രിങ്ക്സ് വിറ്റ് നടന്ന് കാശുണ്ടാക്കി. അതുകൊണ്ട് അക്കാലത്തെ പ്രസിദ്ധമായ സിംഗർ എന്ന തയ്യൽ മെഷീന്റെ ഏജൻസി എടുത്തു. തന്റെ കുശാഗ്ര ബുദ്ധി കൊണ്ട് പണം കൊയ്തെടുക്കാമെന്ന് അയാൾക്ക് അന്നേ ബോധ്യമുണ്ടായിരുന്നു. അനിതര സാധാരണമായ ആത്മവിശ്വാസമായിരുന്നു ഫെയ്ദിന്റെ കരുത്ത്. സൗദി രാജകുടുംബാംഗമായ അദ്ലാൻ ഖഷോഗിയുമായി ചേർന്ന് 18-ാം വയസ്സിൽ ഫർണിച്ചർ ഇറക്കുമതി ബിസിനസ് തുടങ്ങി. 20-ാം വയസ്സിൽ ഫെയ്ദും അദ്ദേഹത്തിന്റെ അലി, സാല എന്നീ 2 സഹോദരന്മാരും ചേർന്ന് ഈജിപ്തിലൊരു ഷിപ്പിംഗ് കമ്പനി ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു അതിന്റെ വളർച്ച. അങ്ങനെ ചെറുപ്പത്തിലെ അവൻ പണക്കാരനായി മാറി. അപ്പോഴേക്കും സുഹൃത്തായ അദ്നാൻ ഖഷോഗി സൗദിയിലെ പ്രമുഖ വ്യവസായിയും ലോകപ്രസിദ്ധ ആയുധ ഇടപാടുകാരനുമായി മാറിക്കഴിഞ്ഞിരുന്നു. അധികം താമസിയാതെ ഫെയ്ദ് അദ്നാൻ ഖഷോഗിയുടെ ഇഷ്ടക്കാരനായി മാറി. ഈ യുവാവിന്റെ മിടുക്ക് കണ്ടെത്തി അദ്നാൻ ഖഷോഗി തന്റെ സഹോദരി സമീറ ഖഷോഗിയെ ഫെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്തു. ഫെയ്ദ് അതോടെ അദ്നാന്റെ വലങ്കൈയായി മാറി. വെറും 25-കാരനായ ഫെയ്ദിന്റെ ഉപദേശത്തിലായിരുന്നു പിന്നീടുള്ള അദ്നാൻ ഖഷോഗിയുടെ ബിസിനസ്സുകൾ മുഴുവനും. 60-കളിൽ ദുബായിലെത്തിയ ഫെയ്ദ് UAEയുടെ വ്യാവസായിക വികസനത്തിന് ഏറെ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ്. നിരവധി സംരംഭകരെ ദുബായിലേക്ക് ആകർഷിക്കാൻ മുഹമ്മദ് ഫെയ്ദിന് കഴിഞ്ഞു. ഇത് കണ്ടാണ് ബ്രൂണൈ സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ തന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി മുഹമ്മദ് ഫെയ്ദിനെ നിയോഗിക്കുന്നത് 1966. അന്ന് ഫെയ്ദിന് 37 വയസ്സ് പ്രായം. ബ്രൂണൈയുടെ വികസനത്തിലും നിസ്തുലമായ പങ്കാണ് ഫെയ്ദ് വഹിച്ചത്. സംരംഭകരെ ആകർഷിക്കാനും സമ്പത്ത് കുന്നുകൂട്ടാനുമെല്ലാം ഫെയ്ദിനുള്ള മിടുക്ക് ശ്ലാഘനീയമായിരുന്നു. അക്കാലത്താണ് ബ്രൂണൈ സുൽത്താൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുന്നത്. അതോടൊപ്പം ലോകത്തിലെ സമ്പന്നരുടെ നിരയിലേക്ക് മുഹമ്മദ് ഫെയ്ദും വളരുകയായിരുന്നു. ബ്രൂണൈ സുൽത്താന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി തുടരുന്നതിലപ്പുറം ഒരു വലിയ ലോകം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഫെയ്ദ് അതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ബിസിനസ്സിലെ സത്യസന്ധത ഫെയ്ദിന് നിർബന്ധമായിരുന്നു. അതിൽ എന്തെങ്കിലും പാളിച്ചകൾ കണ്ടാൽ ഫെയ്ദ് അത് ഒട്ടും ക്ഷമിക്കുമായിരുന്നില്ല. പപ്പാഡോക് എന്നറിയപ്പെടുന്ന ഹൈത്തിയൻ നേതാവ് ഫ്രാൻസാ ഡുവലിയറുമായി അടുത്ത ബന്ധത്തിൽ ഏർപ്പെട്ട ഫെയ്ദ് ഹെയ്ത്തിയിൽ പൗരത്വമെടുത്ത് അവിടെ ഫയർ ഡുവലിയർ എന്ന പേരിൽ ഒരു എണ്ണ കമ്പനി തുടങ്ങി. പക്ഷേ ഹെയ്ത്തിയിൽ നിന്ന് കിട്ടിയ അസംസ്കൃത എണ്ണ ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് കണ്ടെത്തിയ ഫെയ്ദ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ പദ്ധതി ഉപേക്ഷിച്ചു ഹെയ്ത്തി വിടുകയായിരുന്നു. ഫ്രാൻസാ ഡുവലിയറുമായുള്ള സൗഹൃദം പോലും അതിന് തടസ്സമായിരുന്നില്ല. അതായിരുന്നു മുഹമ്മദ് ഫെയ്ദ്. 1974 തന്റെ ആസ്ഥാനം ഇയാൾ ബ്രിട്ടനിലേക്ക് മാറ്റി. അതോടെ പേരിനൊപ്പം അൽ എന്നുകൂടി ചേർത്തു. അങ്ങനെ മുഹമ്മദ് ഫെയ്ദ് മുഹമ്മദ് അൽ ഫെയ്ദായി മാറി. പാരീസിലെ അത്യാഡംബര ഹോട്ടലായ റിറ്റ്സ് അടക്കം പല കെട്ടിടങ്ങളുടെയും കമ്പനികളുടെയും ഉടമയായി മുഹമ്മദ് അൽ ഫെയ്ദ് മാറി. ലോകപ്രസിദ്ധമായ ഹാരോഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ ഉടമ കൂടി ആയതോടുകൂടി ഫെയ്ദ് ലോകത്തിലെ തന്നെ പേരെടുത്ത പണക്കാരിൽ ഒരാളായി മാറി. ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയായിരുന്നു അത്. പാവങ്ങളോട് ഏറെ കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് അൽ ഫെയ്ദ്. ജീവിത പരിമിതികളുള്ള കുട്ടികളെയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ട് 1987 അദ്ദേഹം ഫായിദ് അൽ ഫായിദ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു.
വിവിധ രാജ്യങ്ങളിലെ വികലാംഗരും അവഗണിക്കപ്പെട്ടവരുമായ കുട്ടികൾക്കായുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ആരോഗ്യ പരിരക്ഷയുമായിരുന്നു ഫായ്ത് ഫൗണ്ടേഷൻ പ്രധാനമായും ചെയ്തിരുന്നത്. വാൾട്ടർ ബോവർ എഴുതിയ 15-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന സ്കോട്ടി ക്രോണിക്കോണിന്റെ 2008 പുനഃപ്രസിദ്ധീകരണത്തിന് അൽഫൈദ് കോടികളാണ് ധനസഹായം നൽകിയത്. ഒരു ഈജിപ്ഷ്യൻ ഫറവോന്റെ മകളായ സ്കോട്ട തന്റെ കുടുംബത്തിൽ നിന്ന് പലായനം ചെയ്ത് സ്കോട്ട്ലൻഡിൽ വന്ന് ആ രാജ്യത്തിന് പ്രിയങ്കരിയായെന്നും അവളുടെ ബഹുമാനാർത്ഥമാണ് സ്കോട്ട്ലൻഡിന് പിന്നീട് ആ പേര് ലഭിച്ചതെന്നും സ്കോട്ടി ക്രോണിക്കോണിൽ പറയുന്നുണ്ട്. ആധുനിക ചരിത്രകാരന്മാർ ഈ കഥയെ അംഗീകരിക്കുന്നില്ലെങ്കിലും സ്കോട്ട്ലൻഡുകാർ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരാണ്, അതാണ് സത്യം എന്ന് അൽഫായിദ് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, താൻ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള സ്കോട്ടിഷ് സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ ഇംഗ്ലീഷുകാരിൽ നിന്നും അവരുടെ ഭീകരമായ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണർന്ന് സ്വയം വേർപ്പെടുത്തേണ്ട സമയമാണിത്. എന്ത് സഹായവും എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ അത് നൽകും. സ്കോട്ട്ലൻഡ് സ്വാതന്ത്ര്യം വീണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ആകാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്കോട്ട്ലൻഡുകാരോട് അൽഫൈദ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ പ്രമുഖർ മുഴുവനും ഇയാളുടെ കടുത്ത വിരോധികളായി മാറി. പക്ഷേ അതൊന്നും അൽഫൈദ് വകവെച്ചില്ല. എല്ലാ കളികളിലും ഏറെ തൽപരനായിരുന്നു മുഹമ്മദ് അൽഫൈദ്, പ്രത്യേകിച്ച് ഫുട്ബോൾ. ലണ്ടനിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ ഫുൾഹാം FC-യെ അൽഫൈദ് വാങ്ങി 1997 62 ലക്ഷം പൗണ്ടിനാണ് ഫൈദ് ഫുൾഹാം FC-യെ വാങ്ങിയത്. അന്ന് പ്രീമിയർ ലീഗിൽ ഉൾപ്പെട്ട ടീം ആയിരുന്നില്ല ഫുൾഹാം. അതുകൊണ്ട് തന്നെ അന്ന് അത് അതിശയിപ്പിക്കുന്ന ഒരു വിലയായിരുന്നു. പക്ഷേ ബുദ്ധിമാനായ ഫൈദിന് അതിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. 5 വർഷത്തിനുള്ളിൽ ഫുൾഹാമിനെ ഒരു പ്രീമിയർ ലീഗ് ടീമായി വളർത്തുക എന്നതായിരുന്നു അത് അദ്ദേഹം നേടിയെടുക്കുക തന്നെ ചെയ്തു. എന്ന് മാത്രമല്ല, 2002 ആയപ്പോഴേക്കും ഫുൾഹാം യൂറോപ്യൻ ഫുട്ബോളിൽ മത്സരിച്ചു, ഇന്റർടോട്ടോ കപ്പ് നേടുകയും യുവേഫ കപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ഫുൾഹാം 2010 യുവേഫ യൂറോപ്പ ലീഗ് ഫൈനലിലെത്തി. ലോകത്തിലെ തന്നെ ഒന്നാം കിട ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡിനോടാണ് അവർ ഫൈനലിൽ പൊരുതി തോറ്റത് എന്നോർക്കണം. 2013 ജൂലൈയിൽ അൽഫൈദ് ഫുൾഹാം FC-യെ പാകിസ്ഥാൻ അമേരിക്കൻ വ്യവസായി ഷാഹിദ് ഖാൻ വിറ്റു. 1997 വെറും 62 ലക്ഷം പൗണ്ടിന് വാങ്ങിയ ഫുൾഹാമിനെ 13 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 50 ഇരട്ടി ലാഭത്തിന്, അതായത് 18.7 കോടി പൗണ്ടിനാണ് അൽഫൈദ് വിറ്റത് എന്നോർക്കണം. അതായിരുന്നു മുഹമ്മദ് ഫൈദിന്റെ ബിസിനസ് തന്ത്രം. കൈവച്ചതെല്ലാം പൊന്നാക്കി മാറ്റിയ അൽഫൈദ് 94 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിച്ചു. ജീവിതത്തിന്റെ അവസാന കാലം കുറച്ച് മാസങ്ങൾ മാത്രം മാനസികമായും ശാരീരികമായും അവശനായിരുന്നു. എങ്കിലും അപ്പോഴും ഓർമ്മശക്തിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. താൻ വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാൾ. പക്ഷേ ആ പ്രതീക്ഷ ഫലിച്ചില്ല. 2023 ആഗസ്റ്റ് 30 ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഇത് സീറോയിൽ നിന്നും ഹീറോയായ മുഹമ്മദ് അൽഫൈദിന്റെ കഥ. തെരുവിൽ കോളാവിറ്റ് നടന്ന ഒരു പയ്യൻ ലോകം അറിയപ്പെടുന്ന വ്യാപാര പ്രമുഖനായ കഥ. ഒരു വ്യാപാരി എന്താവണമെന്നതിന് പ്രചോദനമേകുന്ന കഥ. ഇനി ഹീറോയിൽ നിന്ന് വെറും സീറോയായ അൽഫൈദിന്റെ മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരു മനുഷ്യൻ എന്താവരുത് എന്ന് പഠിപ്പിക്കുന്ന കഥ. അതാണ് ഇനി പറയുന്നത്. ബിസിനസ്സിൽ മുഹമ്മദ് അൽഫൈദിനെ തോൽപ്പിക്കാൻ ആർക്കുമായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അൽഫൈദിന് തോൽക്കേണ്ടി വന്നു. ഒന്നല്ല, പലതവണ പലരോടും. മരിച്ചിട്ടും ആ പരാജയം തുടരുകയുമാണ്. ഇതിൽ ഒന്നാമത്തേത് ദാമ്പത്യ ജീവിതത്തിൽ വന്ന തകർച്ച തന്നെയായിരുന്നു. പണത്തോട് അമിതമായ പ്രിയമുണ്ടായിരുന്ന അൽഫൈദ് സൗദിയിലെ കോടീശ്വരനായ ആയുധ ഇടപാടുകാരൻ അദ്നാൻ ഖഷോഗിയുടെ സഹോദരി സമീറ ഖഷോഗിയാണ് വിവാഹം കഴിച്ചത്. സൗദി രാജകുടുംബാംഗം. അക്കാലത്ത് ഫെയ്ദിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സമീറക്ക് അഹങ്കാരവും കൂടുതലായിരുന്നു. അവർ പലപ്പോഴും ഫെയ്ദിനെ ഭരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആരുടെയും ആജ്ഞയ്ക്ക് വഴങ്ങാത്ത ഫെയ്ദിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ സഹോദരൻ അദ്നാൻ ഖഷോഗി ചില്ലറക്കാരനല്ല, ലോക ആയുധ ഇടപാടിലെ പ്രമുഖരിൽ ഒരാളാണ്. അതിനോടകം അദ്നാന്റെ ബിസിനസ്സുകളിൽ പലതിലും ഫെയ്ദ് പങ്കാളിയുമായിരുന്നു. കോടികൾ വരുമാനം വരുന്ന ബിസിനസ്സുകൾ. അദ്നാനെ പിണക്കിയൊരു ജീവിതം ഫെയ്ദിന് അസാധ്യമായിരുന്നു. സമീറ ഫെയ്ദ് ബന്ധത്തിൽ ഒരു ആൺകുട്ടി പിറന്നു, ഡോഡി ഫെയ്ദ്. ഭാര്യയെ ഫെയ്ദിന് വെറുപ്പായിരുന്നെങ്കിലും മകനെ ഫെയ്ദ് ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഡോഡി മൂല്യങ്ങളോടൊന്നും വലിയ മമതയില്ലാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ പിതാവിന് അവന് വലിയ കാര്യമായിരുന്നു. ഒന്നിച്ചു പോകാനാവാതെ വന്നപ്പോൾ ഫെയ്ദും സമീറയും വേർപിരിഞ്ഞു. പക്ഷേ മുതിർന്നപ്പോൾ മകൻ പിതാവിന്റെ കൂടെ കൂടി. അൽഫൈദ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. ഡാഡിക്കൊത്ത് ഡോഡിയും വളർന്നു. അവനും
പിതാവിനേക്കാൾ വലിയ സ്ത്രീലമ്പടനായി മാറി. ആയിടയ്ക്കാണ് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനും ഡയാനയും തമ്മിൽ വേർപിരിയുന്നത്. ഡോഡി സുന്ദരിയായ ഡയാനയെ പ്രണയിച്ചു. പ്രണയത്തിൽ മകന് പൂർണ്ണ പിന്തുണയേകി അൽഫൈദും ഉണ്ടായിരുന്നു എന്നത് ഏറെ വിചിത്രമാണ്. പക്ഷേ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആ പ്രണയം അധികകാലം നീണ്ടു നിന്നില്ല. ഒരു കാറപകടത്തിൽ ഇരുവരും മരിച്ചു. ഈ മരണം ഏറെ ദുരൂഹതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഏറെ പറയാനുമുണ്ട്. പക്ഷേ ഇവിടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മൂത്ത മകൻ നഷ്ടപ്പെട്ട അൽഫൈദ് അതോടെ വേദനിക്കുന്ന ഒരു കോടീശ്വരനായി മാറി. പക്ഷേ അത് അംഗീകരിക്കാൻ അൽഫൈദ് തയ്യാറായിരുന്നില്ല. അത് സ്ഥാപിക്കാൻ കൂടിയാണ് അയാൾ തൻ്റെ ശ്രദ്ധ പിന്നീട് ഫുട്ബോളിലേക്ക് തിരിച്ചുവിടുന്നതും ഫുൾഹാം സിറ്റിയെ വിലക്ക് വാങ്ങുന്നതുമല്ല. ദാമ്പത്യബന്ധം തകർന്നപ്പോഴും അത് അംഗീകരിക്കാൻ അൽഫൈദ് തയ്യാറായിരുന്നില്ല. അയാൾ സുന്ദരിയായ ഹീനി വതനെ വിവാഹം കഴിച്ചു. ഫിൻലാൻഡുകാരിയായ ഹീനി വതൻ അവിടുത്തെ ഒരു മോഡലായിരുന്നു. മിസ് ഫിൻലാൻഡ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ഹീനിയെ മകൻ ഡോഡിയാണ് ആദ്യം പരിചയപ്പെടുന്നത്. ഡോഡിയെ ഹീനി വശീകരിച്ചു എന്നും പറയുന്നുണ്ട്. അതെന്തായാലും മകനിലൂടെയാണ് പിതാവ് ഹീനിയെ പരിചയപ്പെടുന്നത്. മകന് മടുത്തപ്പോൾ ഹീനിയെ പിതാവിന് കാഴ്ചവെച്ചു എന്നും ചില അപവാദം പറച്ചിലുകൾ അക്കാലത്തുണ്ടായിരുന്നു. അതൊരു കണക്കിന് യാഥാർത്ഥ്യവുമായിരുന്നു എന്ന് പറയാം. പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അവരൊന്നിച്ചായിരുന്നു പല വിനോദയാത്രകളും. ഫെയ്ദിനേക്കാൾ 27 വയസ്സ് കുറവായിരുന്നു ഹീനിക്ക്. മകൻ ഡോഡിയേക്കാൾ പ്രായം കുറഞ്ഞ ഭാര്യ. അതിൽ ജാസ്മിൻ, കരീം, കാമില, ഒമർ എന്നിങ്ങനെ 4 മക്കളുമുണ്ടായി. പണത്തെ സ്നേഹിച്ച ഹീനി ഒരിക്കലും തൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള സ്ത്രീലമ്പടനായ ഫെയ്ദിനെ സ്നേഹിച്ചിരുന്നില്ല. മക്കളും ഫെയ്ദിനെ ആയിരുന്നില്ല, അയാളുടെ പണത്തെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ആ ബന്ധവും അങ്ങനെയുള്ളതായിരുന്നു. പുറത്തു പറഞ്ഞാൽ അറയ്ക്കുന്നൊരു ബന്ധം. അങ്ങനെ കുടുംബപരമായും ഹീറോയിൽ നിന്ന് അയാൾ സീറോയായി മാറി. ഇംഗ്ലീഷ് പൗരത്വം നേടുകയെന്നത് മുഹമ്മദ് അൽഫൈദിന്റെ ചിരകാലാഭിലാഷമായിരുന്നു. ഇംഗ്ലണ്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരിലും രാഷ്ട്രീയ നേതാക്കൾക്കുമിടയിലുമെല്ലാം നല്ല സ്വാധീനമുണ്ടായിട്ടും അത് നേടിയെടുക്കാൻ അയാൾക്കായില്ല. ഇതിനിടയിലാണ് പണം കൊടുത്ത് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചെന്ന പരാതിയും മുഹമ്മദ് അൽഫൈദിനെതിരെ ഉയരുന്നത്. വാസ്തവത്തിൽ മറ്റാരുമല്ല, ഫെയ്ദ് തന്നെയായിരുന്നു ഈ പരാതി ഉന്നയിച്ചത്. 1994 തനിക്ക് വേണ്ടി പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പണം നൽകിയ MP-മാരുടെ പേരുകൾ ഫെയ്ദ് വെളിപ്പെടുത്തി. അത് തെളിയിക്കാനായില്ലെങ്കിലും ഫെയ്ദിന് പൗരത്വം നൽകുന്നതിന് ഇതും ഒരു തടസ്സമായി മാറി. ക്യാഷ് ഫോർ ക്വസ്റ്റ്യൻസ് അഫയേഴ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. കൺസർവേറ്റീവ് MP-മാരായ നീൽ ഹാമിൽട്ടണും ടീം സ്മിത്തും നാണക്കേടോടെ സ്ഥാനം ത്യജിക്കാൻ ഇത് കാരണമായി. ഇതോടെ കൺസർവേറ്റീവ് പാർട്ടി മുഴുവനും ഫെയ്ദിനെതിരായി. പണം കൊണ്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായി മാറിയപ്പോഴും ആ നാടിൻ്റെ ഒരു പാസ്പോർട്ട് കരസ്ഥമാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതൊരു വേദനയായി ഏറെക്കാലം അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു. ഇതിനിടയിലാണ് ലൈംഗിക അപവാദത്തിലും മുഹമ്മദ് ഫെയ്ദ് അകപ്പെടുന്നത്. പൊതുവേ സ്ത്രീലമ്പടനായ ഫെയ്ദ് തൻ്റെ ജീവനക്കാരിൽ സുന്ദരികളായ മുഴുവൻ സ്ത്രീകളെയും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിവ്. 90-ാം വയസ്സിലും അടങ്ങാത്ത കാമത്തിന്റെ ഉടമയായിരുന്നു അൽഫൈദ്. ഇതിൽ ഏറെ പരാതികളും ഇയാൾക്കെതിരെ ഉയർന്നു. അങ്ങനെയാണ് ഈജിപ്തുകാരനായ ഇയാളെ ഫോണി ഫറവോൻ എന്ന് ജനം കളിയാക്കി വിളിച്ചത്. അടുത്ത കാലത്താണ് BBC അൽഫൈദ് പ്രിഡേറ്റർ അറ്റ് ഹാരോഡ്സ് എന്ന പേരിൽ ഒരു അന്വേഷണാത്മകമായ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യുന്നത്. ഫെയ്ദ് ലൈംഗികമായി പീഡിപ്പിച്ച 20 സ്ത്രീകളാണ് ഇതിൽ തങ്ങളുടെ ദുരന്താനുഭവങ്ങൾ വിവരിക്കുന്നത്. സുന്ദരികളെ കാണുമ്പോൾ ഇയാൾക്ക് ഭ്രാന്തമായ ഒരു ആവേശമായിരുന്നു അത്രയും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതു നിലക്കും അവരെ സ്വന്തമാക്കും. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും എന്ത് ക്രൂരതയും ചെയ്യും. അതിൽ ഇയാൾക്ക് ഒട്ടും മനസ്താപവും ഉണ്ടായിരുന്നില്ല അത്രേ. ജീവനക്കാരോട് അടിമകളോടെന്ന പോലെയാണ് ഇയാൾ പെരുമാറിയുന്നത്. ഒരു കാലത്ത് ഫെയ്ദിന്റെ ലൈംഗിക അരാജകത്വത്തിന് മുഴുവനും കൂട്ടുനിന്ന ചീഫ് എക്സിക്യൂട്ടീവ് ജെയിംസ് മെർക്കാർദർ പോലും അവസാനം അയാളെ തള്ളി പറഞ്ഞു. അങ്ങനെ ഏറെ അപമാനത്തിലും മനസ്താപത്തിലുമാണ് പണത്തെ വല്ലാതെ സ്നേഹിച്ച, ജീവിതത്തെ അതിരച്ചാഘോഷിച്ച മുഹമ്മദ് അൽഫൈദ് ലണ്ടനിൽ വെച്ച് തൻ്റെ 94-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നത്. 2023 ഓഗസ്റ്റ് 30. വാർദ്ധക്യം അൽഫൈദിനെ തളർത്തിയിരുന്നില്ല. കടുത്ത അപമാനവും അപവാദങ്ങളും സ്വന്തക്കാർ പോലും തള്ളിപ്പറഞ്ഞതും കുടുംബം പോലും പിന്തുണ ഏകാഞ്ഞതും അയാളെ മാനസികമായി തകർത്തു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരിച്ചു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടെങ്കിലും താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദമാണ് വാസ്തവത്തിൽ ഈ മനുഷ്യന്റെ മരണത്തിന് ഇടയാക്കിയത്. ആ വെള്ളിയാഴ്ച ലണ്ടനിലെ ഗ്രാൻഡ് മോസ്കിൽ 100 കണക്കിന് ആളുകൾ ജുമാക്ക് പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ.
പിന്നീട് നടന്ന മയ്യത്ത് നമസ്കാരത്തിലും അവരെല്ലാം അണിനിരന്നു. തുടർന്ന് മുഹമ്മദ് അൽ ഫെയ്ദ് എപ്പോഴും സന്ദർശിക്കാറുള്ള ലണ്ടനിലെ ഗ്രീൻ കോർട്ടിൽ തൻ്റെ പ്രിയപുത്രൻ ഡോഡിയുടെ കബറിടത്തിന് തൊട്ടടുത്ത് അൽ ഫെയ്ദിനെയും കബറടക്കി. സീറോയിൽ നിന്നും ഹീറോയിലേക്കും പിന്നെ ഹീറോയിൽ നിന്ന് സീറോയിലേക്കുമുള്ള ഒരു മടക്കമായിരുന്നു അത്. അൽ ഫെയ്ദ് മരിച്ചെങ്കിലും എതിരാളികൾക്ക് അയാളോടുള്ള പക അടങ്ങിയില്ല. ഇപ്പോഴും ഇയാൾക്കെതിരെ നിരവധി പീഡന പരാതികൾ ഉയരുകയാണ്. നിരവധി സ്ത്രീകളാണ് പരാതികളുമായി എത്തുന്നത്. അധികവും അൽ ഫെയ്ദിന്റെ മുൻ ജീവനക്കാർ, അൽ ഫെയ്ദിന്റെ കമ്പനിയിൽ നിന്നും പല കാലങ്ങളിൽ പല കാരണങ്ങളിൽ പിരിച്ചുവിടപ്പെട്ടവർ എല്ലാം ഇപ്പോൾ കോടതിയുടെ മുന്നിലുണ്ട്. ഇതിലേതെല്ലാം നേരായ പരാതികളാണ് എന്നറിയില്ല. ഏതായാലും മരിച്ചുപോയ ഈ മനുഷ്യനെതിരെ കോടതി ഇനി എന്ത് വിധി പ്രസ്താവിക്കും എന്നും അറിയില്ല. അത് ഒരു ഭാഗം. മറുഭാഗത്ത് മുഹമ്മദ് അൽ ഫെയ്ദിന്റെ 4 മക്കളും ഭാര്യയും ഇപ്പോൾ ഇയാളുടെ ഭാരിച്ച സമ്പത്തിനു വേണ്ടി ആർത്തി പൂണ്ട് പൊരിഞ്ഞ തർക്കത്തിലാണ്. കണ്ടാൽ കടിച്ചു കീറുന്ന തർക്കം. അതും ഇപ്പോൾ കോടതിയുടെ മുന്നിലുണ്ട്. പണത്തിനു വേണ്ടി ജീവിതകാലം മുഴുവനും കൊതിപൂണ്ട് നടന്നൊരു മനുഷ്യന്റെ ആത്മാവിന് പോലും ശാന്തി നൽകാതെ ഇയാളുടെ പണം ഇപ്പോഴും ഇയാൾക്കെതിരെ ഒരു കരിമൂർഖനെ പോലെ പണമുയർത്തുകയാണ്. എന്തൊരു ദയനീയമായ പതനം എന്ന് ഓർത്തു നോക്കൂ. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യൻ. ബൈബിളിൽ ഒരു വചനമുണ്ട്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന്. ഈ വാക്യം സത്യവൽക്കരിക്കുകയാണ് പലരും ഭാഗ്യവാൻ എന്ന് വിലയിരുത്തിയ ഈ ഹതഭാഗ്യൻ മുഹമ്മദ് അൽ ഫെയ്ദ്.